നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു താരത്തിനായിട്ടും ട്രാൻസ്ഫർ ഫീ 150 മില്യൺ യൂറോ കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഫ്ലോറന്റിനോ പെരസിന്റെ പ്രഖ്യാപനം വരുന്ന ചൊവ്വാഴ്ച ഞാനൊരു ഓഫർ കൊടുക്കാൻ പോവുകയാണ്. 150 മില്യൺ യൂറോയുടെ ബിഡാണ് വെക്കാൻ പോകുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആ മികച്ചൊരു യുവതാരത്തെയാണ് ഞങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത്. അത് ഒലീസയല്ല, അത് ഹാരി കെയ്ൻ അല്ല, അത് ഡോക്കു അല്ല, അത് എർലിംഗ് ഹാലൻഡ് അല്ല, പ്രീമിയർ ലീഗിൽ നിന്നുള്ള ഒരു താരവുമല്ല എന്നൊക്കെ അദ്ദേഹം ഒക്കെ പ്രഖ്യാപിക്കുകയാണ്. ഫുട്ബോൾ ലോകം ഇപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. ആരെയാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഗലാക്റ്റിക്കോ സൈനിങ് ആയിരിക്കും, ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ കക്ക ലെവൽ സൈനിങ് ആയിരിക്കും എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മാർഗം എന്താണ്? ഇതിനോട് അടുത്ത് നിൽക്കുന്നവർ, റയലുമായി അടുത്ത് നിൽക്കുന്നവർ, സ്പാനിഷ് മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് നോക്കലാണ്. അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം. നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്ക് പലപ്പോഴും അതിന് ക്ഷമയുണ്ടാവാറില്ലല്ലോ. അപ്പോൾ അരാഞ്ച റോഡ്രിഗസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അത് ജാവോ നവസാവാനാണ് സാധ്യത. ഞാൻ പറയുന്നു, ഫ്രം വാട്ട് ദേ ഹാവ് ടോൾഡ് മീ, എന്നോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജാവോ നവസാവും. പക്ഷേ 100% കൺഫർമേഷൻ പറയാനായിട്ടില്ല. ജാവോ നവസിനെ എത്തിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ അദ്ദേഹം ഒലീസെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒലീസയെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതില്ല. അതൊരു ട്രിക്ക് എന്ന രൂപത്തിൽ ഒലീസയെ ഇല്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒലീസയെ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് ഹോസെ ഫെലിക്സ് ഡയസും റിപ്പോർട്ട് ചെയ്യുന്നു. സോ ഗെയിം ഓൺ. ആര് എന്നുള്ള ഗസ്സിങ് എന്തായാലും തുടരും. അപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പല പേരുകൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് ഒടുവിൽ അവരൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് 3 പേർക്കാണ് സാധ്യത. ഒന്ന് മൈക്കൽ ഒലീസ ഇല്ലയെന്ന് പെരസ് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിലും മൈക്കൽ ഒലീസയ്ക്ക് സാധ്യതയുണ്ട്. 2 വിറ്റിഞ്ഞ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. 3 ജാവോ നവസ്. ഈ 3 താരങ്ങൾ ഒരാളെ എത്തിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ ഹോസെ ഫെലിക്സ് ഡയസ് പറയുന്നത്. റയലുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്നയാളാണ്. അതേസമയം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോ എന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം പക്ഷേ ഇതൊന്നുകൂടി വലുതാക്കിയിട്ടുണ്ട്. ഫ്ലോറന്റിനോ പെരസ് സൈൻ ചെയ്യുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന താരങ്ങൾ ഒന്ന് വിറ്റിഞ്ഞ, ഒന്ന് ജാവോ നവസ്, അത് മറ്റേയാളും പറഞ്ഞു തന്നെയാണ്. പിന്നെ പറയുന്ന നോക്കെ ഡിസയർ ഡു, കിച്ച കാറസ്കേലിയ, ജമാൽ മുസിയാല, ഈ താരങ്ങളിൽ ഒരാളെ ആയിരിക്കും സൈൻ ചെയ്യാൻ സാധ്യത എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ പറയുന്നത്. ഏതായാലും ഫ്ലോറന്റിനോ പെരസിന് ജാവോ നവസിന് വലിയ താല്പര്യമാണ് എന്ന് ഇപ്പോൾ ആൽബർട്ടോ പെരീരോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ മറ്റു ചില മാധ്യമങ്ങളും ഇത് ജാവോ നവസാണ് എന്ന രൂപത്തിലുള്ള സൂചനകൾ തന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകും. റയൽ മാഡ്രിഡ് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മിങ് ഡേയ്സിൽ ചെയ്യുമെന്ന് ഫബ്രീസിയോയും സ്ഥിരീകരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.